ക്ഷമ. അത് രണ്ടക്ഷരം മാത്രമുള്ള ഒരു ചെറിയ വാക്ക്, പക്ഷെ അതിൻ്റെ അർത്ഥം ഒരുപാട് വലുതാണല്ലേ. ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നമ്മൾ നടക്കുമ്പോൾ, കൂടുതലും വിത്തുകളൊക്കെ പായി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം വേറൊന്നല്ല, നമ്മളൊരു വിത്ത് പാകി അത് മുളച്ച് 2 ഇലയായി 4 ഇലയായി 6 ഇലയായി അത് നമ്മൾ മാറ്റി നട്ട് അങ്ങനെ ഒരുപാട് വഴികളിൽ കൂടി കടന്നാണ് നമ്മൾ പാകിയ ഒരു വിത്ത് അത് നിറയെ പൂക്കളിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ പാതി വഴിയിൽ നമ്മൾ പാകിയിട്ടുള്ള വിത്ത് മുളച്ചിട്ടുള്ള കുഞ്ഞൻ തൈകൾ പാതി വഴിയിൽ വീണ് പോകും. അവരെ വീണ് പോകാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് കേട്ടോ. അതിന് വേണ്ട വളങ്ങൾ കൃത്യസമയത്ത് കൊടുക്കുക, വെള്ളം കൊടുക്കുക, അതിന് താങ്ങ് വേണമെങ്കിൽ താങ്ങ് കൊടുക്കുക എന്നൊക്കെയുള്ളത്. പിന്നെ നമ്മൾ കൂടുതൽ താങ്ങും തോറും അവർ വീണ്ടും വീണ്ടും തളർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. പറയില്ലേ, താങ്ങാൻ ആളുള്ളവനെ തളരാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ കൃത്യസമയത്ത് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു താങ്ങായിട്ട് നിന്ന് കൊടുക്കുകയാണ് കേട്ടോ, നമ്മൾ പോലും അറിയാതെ ആ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും നമ്മുടെ വളത്തിനും അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു പൊരുതിയുള്ളൊരു ജീവിതം തന്നെയാണ് വിത്ത് മുളച്ച് ആ ഒരു ചെടി ഒരു പൂവായിട്ട് തീരുന്നത് വരെ. അത്രയും നാൾ നമ്മളും ശരിക്കും കാത്തിരിക്കുകയാണ് കേട്ടോ, ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് വേഗം തന്നെ വളർന്ന് ഒരു പക്ഷേ നമുക്ക് പൂക്കൾ ചിലപ്പോൾ തന്നേക്കാം. ഒരു പക്ഷേ നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വെച്ചിട്ടുള്ള കട്ടിങ്ങുകളൊക്കെ റൂട്ട് പിടിക്കാതെ ചീഞ്ഞു പോയേക്കാം. അപ്പോഴും ചിലപ്പോൾ നമ്മളൊന്ന് സങ്കടപ്പെടും. എങ്കിലും വീണ്ടും വീണ്ടും വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ചെടികളെയൊക്കെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഇത് പോയോ സാരമില്ല, എങ്കിലും ഞാൻ ഇനിയും പിടിപ്പിക്കും എന്നുള്ളത് അതൊരു വാശിയും കൂടിയാണ് കേട്ടോ. ക്ഷമയോട് കൂടിയുള്ള ഒരു വാശി അതെപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒരു മൊട്ടൊക്കെ ആയി കാണുമ്പോഴത്തേക്ക് വീണ്ടും ഒരു പ്രതീക്ഷയാണ് കൂടുതലായിട്ട്, അത് ഏത് കളറാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളത്. നാളെ വിരിയുമ്പോൾ ചിലപ്പോൾ അറിയാം അത് ഏത് കളറാണ് എന്ന്. പക്ഷേ എങ്കിലും ആ മൊട്ടൊന്ന് പൊട്ടിച്ച് നോക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആകാംക്ഷ തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ കാര്യത്തിലും ശരിയാണോ? കമൻറ്റ് ചെയ്യണേ.